ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 14 ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് 15-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ സാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി നദീർ ഗോത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നദീർ ഗോത്രത്തെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് അവർ ഭീരുക്കളാണ്, അവരുടെ ഇടയിൽ ഐക്യമില്ല. ശേഷം അള്ളാഹു പറയുന്നു ക മസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബ. ക മസലി, മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ക എന്ന് പറഞ്ഞാൽ പോലെ. ക മസൽ ഉദാഹരണം പോലെയാണ്, അല്ലെങ്കിൽ പോലെയാണെന്ന് പറഞ്ഞാലും മതി. ക മസലി പോലെയാണ്, ഉദാഹരണം പോലെയാണ്. അല്ലസീന ഒരു കൂട്ടർ, അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ. എങ്ങനെയുള്ളതായ? മിൻ ഖബ്ലിഹിം, ഖബ്ല് മുമ്പ്, ബഅദ ശേഷം, ഖബ്ലിഹിം അവർക്ക് മുമ്പ്, മിൻ ഖബ്ലിഹിം, മിൻ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം ഇൽ നിന്നാണ്. അപ്പോൾ അവർക്ക് മുമ്പുള്ളതിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പുള്ളതായ. അല്ലസീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളതായ ഒരു കൂട്ടർ. ക മസലിൽ ലസീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളതായ ഒരു കൂട്ടരുടെ ഉദാഹരണം പോലെ, അല്ലെങ്കിൽ അവർക്ക് മുമ്പുള്ള ഒരു കൂട്ടരെ പോലെ. ഖരീബൻ സമീപകാലത്ത്, അടുത്ത് തന്നെ. സാഖൂ എന്താണ് അവരുടെ പ്രത്യേകത? സാഖ, സാഖാ, സാഖൂ. സാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു, ആസ്വദിച്ചു, അനുഭവിച്ചു എന്നൊക്കെയാണ്. സാഖൂ എന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ചു, അവർ ആസ്വദിച്ചു, അവർ രുചിച്ചു. എന്താണ് അവർ രുചിച്ചത്? വബാൽ. വബാൽ എന്ന് പറഞ്ഞാൽ നാശം, കെടുതി, ദുഷ്ഫലം എന്നൊക്കെ കൊടുക്കാം. ഈ വബാൽ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അത് ആ ഒരു പദത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാവാണ്. നമ്മൾ വജ്ഹ് എന്നൊക്കെ പറയുമ്പോൾ, മുഖം എന്ന് പറയാൻ വേണ്ടി വജ്ഹ് എന്ന് പറയും. അവിടെയുള്ള വാവ് അതൊരു പദത്തിൻ്റെ ഭാഗമാണല്ലോ, അല്ലാതെ അത്തഫിൻ്റെ വാവോ അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവോ ഒന്നുമല്ല. അതേപോലെ ഇവിടെ വബാൽ എന്നുള്ളത് ഒറ്റപ്പദമാണ്. ആ വാവ് ആ ഒരു പദത്തിൻ്റെ ഭാഗമാണ്, അതല്ലാതെ മറ്റെന്തെങ്കിലും അർത്ഥത്തിൽ വന്ന വാവല്ലത്. വബാൽ കെടുതി, ദുഷ്ഫലം, പരിണിതഫലം. അംരിഹിം എന്തിൻ്റെ കെടുതി, എന്തിൻ്റെ നാശം, എന്തിൻ്റെ ദുഷ്ഫലം. അംരിഹിം, അമ്ര എന്ന് പറഞ്ഞാൽ കാര്യം, ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ. അംരിഹിം അവരുടെ കാര്യത്തിൻ്റെ, അവരുടെ കാര്യത്തിൻ്റെ ദുഷ്ഫലം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ ചെയ്തികളുടെ, അവരുടെ കൈകൾ കൊണ്ട് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ദുഷ്ഫലം. വലഹും, വാവ് ഇസ്തിനാഫയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇനി അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള താനും എന്നുള്ള അർത്ഥം ഇവിടെ കൊടുക്കാം. വലഹും അവർക്കുണ്ട് താനും. ഈ വാവ് ഇസ്തിനാഫിയുടെ വാവ് വരുമ്പോൾ അത് എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഒരു കാര്യം, ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ആ വിഷയത്തിൻ്റെ ഉള്ളിൽ തന്നെ പല പല കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് മറ്റൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആ ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാവ് കൊടുക്കും. അതാണ് ഇസ്തിനാഫിയുടെ വാവ്. ആ വാവിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിനനുസരിച്ച് അവിടെ ഓരോ അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിൽ വലഹും അവർക്കുണ്ട് താനും. ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഹും എന്ന് പറഞ്ഞാൽ അവർ, ലഹും അവർക്കുണ്ട്, വലഹും അവർക്കുണ്ട് താനും. അസാബുൻ ശിക്ഷ. എങ്ങനെയുള്ള ശിക്ഷയാണ്? അലീമുൻ വേദനയേറിയ, വേദനാജനകമായ. അപ്പോൾ വലഹും അസാബുൻ അലീമുൻ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് താനും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ക മസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ സാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. സമീപകാലത്ത് തന്നെ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടരുടെ ഉദാഹരണം പോലെ, അല്ലെങ്കിൽ സമീപകാലത്ത് തന്നെ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പോലെ, അവരെ പോലെ. സാഖൂ വബാല അംരിഹിം അവരുടെ കാര്യത്തിൻ്റെ ദുഷ്ഫലം അവർ അനുഭവിച്ചു, അവർ രുചിച്ചു. വലഹും അസാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് താനും. ഇനി നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ ക മസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടരുടെ ഉദാഹരണം പോലെ എന്ന് പറഞ്ഞു.
ഒന്ന്, ഇവിടെ ആരെപ്പറ്റിയാണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഒന്നുകിൽ നളീർ ഗോത്രത്തെക്കുറിച്ച്, ബനു നളീറിനെ കുറിച്ച്, അല്ലെങ്കിൽ നളീർ ഗോത്രത്തെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും, അവരെക്കുറിച്ചാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ അവർ ആരുടെ ഉദാഹരണം പോലെയാണ്? അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടരുടെ ഉദാഹരണം പോലെയാണ്. ആരാണ് ഇപ്പോൾ ഉള്ള ഈ നളീർ ഗോത്രവും ഇപ്പോൾ ഉള്ള കപടവിശ്വാസികളും ഒക്കെയുള്ള ഇവരുടെ മുമ്പ് കഴിഞ്ഞു പോയതാരാണ്? ഇവരുടെ മുമ്പ് കഴിഞ്ഞു പോയി അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടിയ ആളുകൾ അതാരാണ്? അത് രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, ഖൈനുഖാ ഗോത്രം, അതായത് ബനു ഖൈനുഖാ ഗോത്രത്തെ പറ്റിയാണ് ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയവർ എന്ന് പറഞ്ഞെന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ല, മക്ക മുശ്രിക്കുകളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടർ എന്ന് പറഞ്ഞാൽ മക്ക മുശ്രിക്കുകളാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇവർ രണ്ടുപേരും പെടും എന്നുള്ള അഭിപ്രായമുണ്ട്. എന്താണ് ഖൈനുഖാ ഗോത്രത്തിൻ്റെ പ്രത്യേകത? ഖൈനുഖാ ഗോത്രം ഈ ഇപ്പോൾ ഉള്ള നളീർ ഗോത്രത്തെ പോലെ തന്നെ കരാർ ലംഘിച്ച കൂട്ടരാണ്. അങ്ങനെ കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. 15 ദിവസത്തെ ഉപരോധത്തിന് ശേഷം അവർ, ആ ഖൈനുഖാ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇവിടുന്ന് പോവാം, ഞങ്ങൾ നാട് വിട്ടു പോകാം. അങ്ങനെ അവർ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. അസ്റുആത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ നാട് വിട്ടു പോയത്. അന്നും ഈ കപടവിശ്വാസികൾ ഇന്ന് ചെയ്തിരുന്ന പോലെ, ഇപ്പോൾ ഈ നളീർ ഗോത്രത്തിൻ്റെ കാലത്ത് ചെയ്തിരുന്ന അതേപോലെ തന്നെ അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഖൈനുഖാ ഗോത്രത്തിന് സഹായം കൊടുക്കാമെന്നും അവരുടെ കൂടെ നിൽക്കാമെന്നും ഒക്കെ വെറുതെ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരുടെ കൂടെ നിൽക്കാതെ ഇന്ന് ഈ കാലത്ത് അല്ലെങ്കിൽ നളീർ ഗോത്രത്തിൻ്റെ കാലത്ത് ചെയ്തിരുന്ന അതേപോലെ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവർ ചെയ്തതിൻ്റെ, ആ ഖൈനുഖാ ഗോത്രം അന്ന് അവർ ചെയ്തതിൻ്റെ ദുഷ്ഫലം അവർ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർ നാട് വിട്ട് പോകേണ്ടി വന്നു. മാത്രമല്ല പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ട്. ഇതേപോലെയാണ് നളീർ ഗോത്രവും കരാർ ലംഘിച്ചു. കപടവിശ്വാസികൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു, പക്ഷേ അവരൊന്നും അത് ചെയ്യുന്നില്ല, ഒരു സഹായവും അവർ കൊടുക്കുന്നില്ല. അവർ ഈ നളീർ ഗോത്രം ചെയ്ത അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായി, അവർ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ട് അവർ ശിക്ഷ അനുഭവിച്ചു, അല്ലെങ്കിൽ അവർ നാട് വിട്ട് പോകേണ്ടി വന്നു. പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ മുൻ കഴിഞ്ഞു പോയ ആ ഖൈനുഖാ ഗോത്രത്തിന് സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് നളീർ ഗോത്രത്തിനും, അല്ലെങ്കിൽ ഖൈനുഖാ ഗോത്രത്തിനും അന്നത്തെ കപടവിശ്വാസികൾക്കും സംഭവിച്ച അതുപോലെ തന്നെയാണ് ഈ നളീർ ഗോത്രത്തിനും ഇവിടുത്തെ കപടവിശ്വാസികൾക്കും സംഭവിക്കാനുള്ളത്. അതാണ് ഇവർക്കും സംഭവിക്കുന്നത്. ഇനി ഇത് മക്ക മുശ്രിക്കുകളെ കുറിച്ചാണെന്നുള്ള അഭിപ്രായം ഉണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. ബദറിൽ വെച്ച് അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ മക്ക മുശ്രിക്കുകൾക്ക്. അപ്പോൾ ഈ ലോകത്ത് വെച്ച് അവർക്ക് ശിക്ഷ അനുഭവിച്ചു. ഇനി പരലോകത്ത് വെച്ചും വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ മുൻകഴിഞ്ഞു പോയ കൂട്ടർ എന്നുള്ളത് മക്ക മുശ്രിക്കുകളാണ് എന്നും അതല്ല ഖൈനുഖാ ഗോത്രമാണ് എന്നുള്ളതും, ഇനി ഇവർ രണ്ടു കൂട്ടരും പെടുമെന്നുള്ള ആ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു നളീർ ഗോത്രത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നളീർ ഗോത്രം അവർക്ക് കപടവിശ്വാസികളുടെ സഹായം കിട്ടുമെന്നൊക്കെ കപടവിശ്വാസികൾ വാഗ്ദാനം നൽകിയെങ്കിലും അതൊന്നും അവർ പാലിച്ചില്ല. അവർ വാക്ക് പാലിക്കുന്നവരല്ല, കപടവിശ്വാസികളാണ്. അങ്ങനെ ഇവർക്ക് കുറേ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി, ആ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. ഈ നളീർ ഗോത്രം നാടുവിട്ട് പോകേണ്ടിയും വന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള നളീർ ഗോത്രത്തെയും ഈ കപടവിശ്വാസികളെയും അള്ളാഹു മുമ്പ് കഴിഞ്ഞു പോയ കൂട്ടരുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവിടെ ഉപമിക്കുകയാണ്. അവരെപ്പോലെ തന്നെയാണ് ഇവരും എന്ന്. അതാണ് ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യം. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. കെ മസലില്ലദീന മിൻ ഖബ്ലിഹിം, ഖാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖബ്ലിഹിം, ഖബ്ലിഹിം ബാഇന് സുക്കൂന് വന്നാൽ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. 5 അക്ഷരങ്ങൾക്കാണ് ഈ നിയമം ബാധകം. കുത്തുബുജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ ഒരു മുഴക്കത്തിൽ പറയണം, വെളിവാക്കി പറയണം. ഖബ്ലിഹിം, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഖബ്ലിഹിം ഖരീബൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു സിലി കാണാം, സ്വാദുല്ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം.
നിർത്താതെ ഓതുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കഴിയുമെങ്കിൽ നിർത്താതെ ഓതുകയാണ് വേണ്ടതെന്ന് അർത്ഥം. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ഖരീബൻ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ദാലാണ്. അപ്പോൾ അവിടെ നിയമം വരിക, ദാലിൻ്റെ മുമ്പ് തൻവീന് വന്നതുകൊണ്ട് ഇഖ്ഫ ആണ്, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഖരീബാസാക്കു, ഖരീബാസാക്കു. ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ഖരീബ എന്ന് കഴിഞ്ഞിട്ടാണല്ലോ നിർത്തുക. അപ്പോൾ അവിടെ ആ ഖരീബൻ എന്നുള്ളത് ഫത്തഹ് തൻവീൻ ഉള്ളത് ഫത്തഹ ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. അപ്പോൾ ഖരീബ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുക. ഈ ഫത്തഹ് തൻവീനുള്ള അക്ഷരം കഴിഞ്ഞിട്ട് നിർത്തുമ്പോൾ അത് ഫത്തഹ ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുക്കുന്നതിനെ മദ് അഴുവല് എന്നാണ് പറയുക. അപ്പോൾ ഖരീബ എന്നാണ് അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി ദാഖു വബാല അംരിഹിം വലഹും അസാബുൻ അലീം. അവിടെ അസാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് വന്നു, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, അവിടെ നൂനിനെ വെളിവാക്കണം, നൂനിൻ്റെ ശബ്ദം വെളിവാക്കണം. അപ്പോൾ അസാബുൻ ആ ഉൻ എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. അസാബുൻ അലീം. അലീം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമിന് തൻവീനാണെങ്കിലും അവിടെ പാരായണം നിർത്തുമ്പോൾ സുക്കൂനുള്ള മീമോട് കൂടിയാണ് നിർത്തേണ്ടത്, അലീം. അങ്ങനെയാവുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ നീട്ടൽ മദ് ആരില എന്ന് പറയും. 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ അവിടെ നീട്ടാൻ അനുവാദമുണ്ട്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, അതിനുശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കമസലിൽ ലസീന മിൻ ഖബ്ലിഹിം ഖരീബൻ സാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ കമസലി, ക എന്നുള്ളത് ഹർഫ് ജറാണ്. ഹർഫ് ജർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് മസൽ എന്നുള്ളതിന് മസലി എന്ന് അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത് ക എന്നുള്ളത് വന്നുകൊണ്ടാണ് ക മസലി എന്നേ പറയുള്ളൂ. ഇനി മിൻ ഖബ്ലിഹിം എടുത്ത് നോക്കുകയാണെങ്കിൽ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. ഖബ്ലു എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മിൻ ഖബ്ലി എന്നായി. ഈ ഹർഫ് ജറ് വന്നാൽ അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. ഇനി ഖബ്ലി എന്നുള്ളതിൻ്റെ കൂടെ ഹിം എന്നാണ് ചേർക്കുക, ഹും എന്ന് ചേർക്കൂല. ഹും എന്നോ ഹിം എന്നോ ഇതിൽ ഏത് ചേർക്കണം എന്നുള്ളൊരു സംശയം വരാം. അപ്പോൾ കസറുള്ള അക്ഷരത്തിന് ശേഷം ഹിം എന്നാണ് ചേർക്കുക. ഖബ്ലി ഹിം എന്നേ പറയുള്ളൂ. ഇനി ദാഖൂ, അവർ ആസ്വദിച്ചു, അവർ രുചിച്ചു, അവർ അനുഭവിച്ചു. അപ്പോൾ അവിടെ ഫിയലും വന്നു ഫായിലും വന്നു. ഫിയൽ എന്നുള്ളത് ആ അനുഭവിക്കുക അല്ലെങ്കിൽ അനുഭവിച്ചു എന്നുള്ള പദം ഫിയലാണ്. അവസാനത്തിൽ വന്ന വാവ് ദാഖൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള വാവിനെയാണ് നമ്മൾ ഫായിലായിട്ട് പറയുക. അതാണ് അവിടെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ. ഇനി എന്താണ് അവർ അനുഭവിച്ചത്? ആ ഉത്തരം, അതിൻ്റെ ഉത്തരം കിട്ടുന്നത് മഫൂലും ബിഹി ആയിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും, കർമ്മമായിരിക്കും. അതാണ് വബാൽ. വബാൽ എന്നുള്ളത് മഫൂലും ബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതുകൊണ്ടാണ് അവിടെ വബാല എന്ന അവസാനത്തിൽ നെസ്ബുള്ള രൂപത്തിൽ എഴുതിയത്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, സാധാരണ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. ഇനി ഈ വബാൽ എന്നുള്ള പദത്തെ അമ്രിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി എഴുതുമ്പോൾ ആ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്നാണ് പറയാം. അപ്പോൾ അർത്ഥം ഒന്നിൻ്റെ മറ്റൊന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഇത് എന്നുള്ള രൂപത്തിൽ അർത്ഥം കിട്ടും. വീടിൻ്റെ വാതിൽ, കുട്ടിയുടെ പേന, ആ രൂപത്തിൽ ഉടേ അല്ലെങ്കിൽ ഇൻ്റെ എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ അമ്രിലേക്കാണ് വബാലിനെ ചേർത്തത്. അപ്പോൾ അമ്രിൻ്റെ വബാൽ എന്നുള്ള രൂപത്തിൽ കിട്ടും. അമ്ര എന്താണ്? കാര്യം. അപ്പോൾ കാര്യത്തിൻ്റെ നാശം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ തിക്തഫലം, അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലം എന്ന രൂപത്തിലാണ് അർത്ഥം കിട്ടുക. ഇനി അംരി എന്ന് വന്നതുകൊണ്ട് അംരി എന്ന് വരാൻ കാരണം അത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജറ് കിട്ടണം. അമ്രു എന്നാകുമ്പോൾ റഫിൻ്റെ രൂപമാണ്, അംരി അതാണ് ജറിൻ്റെ രൂപം. മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അതിന് ജറ് കിട്ടണം. ഇനി അംരി എന്നാകുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ കസറുള്ള റോ ആണല്ലോ, അതിൻ്റെ കൂടെ ഹിം എന്നാണ് ചേരുക. ഹും എന്ന് ചേരൂല, നമ്മൾ നേരത്തെ പറഞ്ഞു അംരി ഹിം. ഇനി വലഹും അസാബുൻ അലീം എടുക്കുകയാണെങ്കിൽ അസാബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ ഏതുകൊണ്ടാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ സിഫത്ത് എന്ന് പറയും. ഇനി ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ മൗസൂഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അസാബ് എന്നുള്ളത് മൗസൂഫാണ്, അലീം എന്നുള്ളത് സിഫത്താണ്. ഈ സിഫത്തിനും മൗസൂഫിനും ഒരേ രൂപഘടന കിട്ടണം എല്ലാ തരത്തിലും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഏകവചനാണെങ്കിൽ മറ്റൊന്നും ഏകവചനം,
ഒന്ന് മുദക്കറാണെങ്കിൽ മറ്റു മുദക്കർ, ഒന്ന് മുഅന്നസ് ആണെങ്കിൽ മറ്റ് മുഅന്നസ്. മുദക്കർ മുഅന്നസ് എന്നൊക്കെ പറഞ്ഞാൽ പുല്ലിംഗം, അതേപോലെ സ്ത്രീലിംഗം എന്ന് പറയില്ലേ അത്. ഒന്ന് പുല്ലിംഗാണെങ്കിൽ മറ്റതും പുല്ലിംഗം, ഒന്ന് സ്ത്രീലിംഗാണെങ്കിൽ മറ്റതും സ്ത്രീലിംഗം, ഒന്ന് ബഹുവചനാണെങ്കിൽ മറ്റതും ബഹുവചനം. അതേപോലെ ഇപ്പോൾ ഇവിടെ ഇറാബ് നോക്കുകയാണെങ്കിൽ അസാബുൻ ലമു തൻവീനാണ് അവസാനത്തിൽ, അലീമുൻ അതിൻ്റെയും അവസാനത്തിൽ ലമു തൻവീനാണ്. അപ്പോൾ എല്ലാ തരത്തിലും രണ്ടും ഒരേപോലെ ആയിരിക്കണം രൂപഘടന. സിഫത്തും മൗസൂഫും വരുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.